അഷ്ഫോർഡ് നമ്മുടെ ഒരു ഫ്രണ്ട് താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ നമ്മളിത് ഈ ഫാക്ടറി ഔട്ട്ലെറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. ഒരു 2-3 മണിക്കൂറുണ്ടല്ലോ നമുക്കിത് ഫുള്ള് കണ്ട് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ എല്ലാ ഷോപ്സിലും ഒന്നും കയറാൻ പറ്റില്ല, എങ്കിലും കുറച്ച് ഷോപ്സിലൊക്കെ പോയി നമ്മൾ അത്യാവശ്യം അടിച്ചു പൊളിച്ചെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഷോപ്പിംഗ് പ്ലാനിലേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഷോപ്പിംഗ് നടന്നത് എങ്കിലും കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഈ ഷോപ്പിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ബ്യൂട്ടി റിലേറ്റഡ് ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിനും ഒരു 5 പൗണ്ട്സിന് താഴെയുള്ളൂ. അതുപോലെ തന്നെ സ്കിൻ കെയർ ഐറ്റംസും. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എത്രത്തോളം വർക്കാവുന്നു, ഇനി സ്കിന്നിന് എന്തെങ്കിലും അലർജി ഉണ്ടാവുമോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങി കണ്ടു ഇറങ്ങി. പക്ഷേ ഇത്രയും പ്രൈസ് കുറവിൽ ഞാൻ UK എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ലിൻഡിറ്റിൻ്റെ ഷോപ്പിൽ കയറി. അവിടെ കുറേ വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. 2-3 എണ്ണമൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഐസ്ക്രീം നല്ല അടിപൊളിയാണെന്ന് റുബി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം ഭയങ്കര ടേസ്റ്റിയാണെന്ന്. അങ്ങനെ നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. സംഭവം അത്യാവശ്യം ഒരു വെയിലൊക്കെ ഉണ്ടായിരുന്നു കൊണ്ടിട്ട് കുറച്ചൊരു ടയേർഡായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചപ്പോൾ നമ്മൾ ഫുള്ളി ഓണായി. പിന്നെ കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ കുറച്ച് പച്ചപ്പുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയ പ്ലേ ഏരിയ പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം പിള്ളേരെ അവിടെ കളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പോയത് ഗസിൻ്റെ ഷോപ്പിലോട്ടാണ് കേട്ടോ. എപ്പോഴും എനിക്ക് ബാഗ്സ് ഭയങ്കര ക്രൈസാണ്. അങ്ങനെ കുറച്ച് ബാഗൊക്കെ ഞാൻ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 20%, 30%, 70% വരെ ഓഫ് ഉണ്ട് കേട്ടോ പല ഷോപ്പിലും. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്ത് പോകുന്നവർക്ക് നന്നായിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ ക്രോക്സിൻ്റെ ഷോപ്പിലും കയറി. ഇവിടെയും 30% ഒക്കെ ഓഫ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇട്ടൊക്കെ നോക്കി കേട്ടോ, പക്ഷേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എം-ആൻ-എസിൽ കയറി 2-3 ടോപ്സൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഷർട്ട് അവിടുത്തെ ഭയങ്കര അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ എം-ആൻ-എസിൽ. അങ്ങനെ ഒരു ഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഈ ഷർട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.